സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്ന തസ്തികയിലേക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പരീക്ഷയുടെ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ 40 GK ക്വസ്റ്റ്യൻസ് അടുത്ത് വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും നോക്കിയിരിക്കാനായിട്ട് ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: കൊളോണിയൽ ഭരണത്തിൻ കീഴിൽ ബ്രിട്ടൻ മലബാറിൽ നടപ്പാക്കിയ പരിഷ്കാരങ്ങളിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ സുഗന്ധവിളത്തോട്ടം ആരംഭിച്ചു. കോഴിക്കോട്, കണ്ണൂർ, തലശ്ശേരി, മലപ്പുറം എന്നീ നഗരസഭകൾ ആരംഭിച്ചു. മലപ്പുറം നിലമ്പൂരിൽ തേക്ക് തോട്ടം നിർമ്മിച്ചു. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 3. അടുത്ത ചോദ്യം: താഴെ കാണിച്ചിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1865 തിരുവനന്തപുരം മഹാരാജാസ് കോളേജ് ആരംഭിച്ചു. 1875 എറണാകുളം മഹാരാജാസ് കോളേജ് ആരംഭിച്ചു. 1937 തിരുവിതാംകൂർ സർവകലാശാല ആരംഭിച്ചു. ശരിയായ പ്രസ്താവനകൾ ഉത്തരം ഓപ്ഷൻ എ ആണ്. 2, 3 എന്നിവ. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ചിത്രകലയുമായി ബന്ധപ്പെട്ട് നൽകിയ പ്രസ്താവനകളിൽ തെറ്റ് ഏത്? ബ്രിട്ടീഷ് വനിതകളും കുട്ടികളും അനുഭവിച്ച യാതന വെളിപ്പെടുത്തുന്ന ചിത്രമാണ് ജസ്റ്റിസ്. ജോസഫ് നോയൽ പാറ്റൺ ആണ് ഈ ചിത്രം വരച്ചത്. ഗവർണർ ജനറൽ ആയിരുന്ന കാനിംഗ് പ്രഭുവിനെ വിമർശിച്ചുകൊണ്ട് കാർട്ടൂൺ പുറത്തിറക്കിയ പത്രമാണ് പഞ്ച്. ലക്നൌവിന്റെ ആശ്വാസം എന്ന ചിത്രം വരച്ചത് തോമസ് ജോൺസ് ബാർക്കർ ആയിരുന്നു. ചിത്രം പ്രസിദ്ധീകരിച്ചത് 1858 ആയിരുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 3 എന്നിവ. താഴെ കാണിച്ചവയിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യാനാണ് വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തത്. ആദ്യ 2 വട്ടമേശ സമ്മേളനങ്ങളിലും ഗാന്ധിജി പങ്കെടുത്തു. വട്ടമേശ സമ്മേളനത്തിന്റെ പരാജയത്തോടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 3 എന്നിവ. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാണ്? 2ാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്. താഴെ കാണിച്ചിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. യുണിസെഫിന്റെ 8ാമത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കാതറിൻ റസൽ ആണ്. ഐക്യരാഷ്ട്ര സംഘടന 2024 ഒട്ടകങ്ങളുടെ വർഷമായി പ്രഖ്യാപിച്ചു. സ്ത്രീകളിൽ നിക്ഷേപിക്കുക, പുരോഗതി ത്വരിതപ്പെടുത്തുക എന്നതാണ് 2024 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ മുദ്രാവാക്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. നെബുല സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻ സി ഇമ്മാനുവൽ കാന്റ്. പി ഭൂകമ്പ തരംഗത്തിന്റെ നിഴൽ മേഖല ഉൾപ്പെടുന്നത് എത്ര ഡിഗ്രിക്കുള്ളിലാണ്? ഓപ്ഷൻ ബി 103 ഡിഗ്രി ടു 142 ഡിഗ്രി. ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഉൾപ്പെടാത്ത സമുദ്രജല പ്രവാഹം ഏത്? ഓപ്ഷൻ സി കാലിഫോർണിയ. ഉപദ്വീപീയ നദിയായ കൃഷ്ണയുടെ ഉത്ഭവസ്ഥാനം ഏത്? മഹാബലേശ്വർ. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കിയ ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യം ചന്ദ്രയാൻ 3. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതെല്ലാമാണ് ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവയെല്ലാം ഏതൊക്കെയാണോ? വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം. ഇവിടെ തന്നിരിക്കുന്നു: കൃഷി, ഖനനവും പാറവെട്ടും, ഉൽപ്പന്ന നിർമ്മാണം, വൈദ്യുതി, ഗ്യാസ്, ജലവിതരണം, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വ്യാപാരം, ഗതാഗതവും സംഭരണവും, സേവനങ്ങൾ. മേൽപ്പറഞ്ഞ സാമ്പത്തിക പ്രവർത്തനത്തിൽ ചുവടെ ചേർക്കുന്നവയിൽ യോജിച്ച പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇവ ഒന്നുമല്ല. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നതിൽ യോജിക്കാത്ത പ്രസ്താവന ഏത്?
ഹരിത വിപ്ലവത്തിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു. ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം ഏകദേശം 1960 പകുതി മുതൽ 1970 പകുതി വരെയാണ്. ഹരിത വിപ്ലവ സാങ്കേതിക വിദ്യയുടെ വ്യാപനം ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കി. ഹരിത വിപ്ലവത്തിന് ഉപയോഗപ്പെടുത്തിയ സാങ്കേതിക വിദ്യയുടെ പരിണിത ഫലമായി ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പുറം പണിക്കാർ ഔട്ട്സോഴ്സിംഗ് നവ സാമ്പത്തിക പരിഷ്കാരത്തിന്റെ ഏത് നയത്തിന്റെ പരിണിത ഫലമാണ്? ആഗോളവൽക്കരണം. അന്ത്യോദയ അന്ന യോജന നിലവിൽ വന്ന വർഷം 25 ഡിസംബർ 2000. അടുത്തത് ചേരുംപടി ചേർക്കുക. ലക്ഷ്യപ്രമേയം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സഭ നിയമോപദേശകൻ BN റാവു. ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യ ചെയർമാൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭ പ്രവിശ്യ ഭരണഘടനാ സമിതിയുടെ ചെയർമാൻ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുടെ വകുപ്പുകൾ ശരിയായി ക്രമീകരിക്കുക. ഓപ്ഷൻ ബി. കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. വകുപ്പ് 43. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുക. വകുപ്പ് 44. ഗോവധം നിരോധിക്കുക. വകുപ്പ് 48. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും. വകുപ്പ് 51. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ എ ആണ് ഉത്തരം. എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. കേരള ഗവർണറുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ ഏവ? ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ 22ാമത് ഗവർണറാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശുകാരനാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണറായത് 2019 സെപ്റ്റംബറിലാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശിലെ മുൻ മുഖ്യമന്ത്രി ആയിരുന്നു. തെറ്റായത് ഓപ്ഷൻ എ ആണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശിലെ മുൻ മുഖ്യമന്ത്രി ആയിരുന്നു. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ലോകസഭ സ്പീക്കറുടെ അഭാവത്തിൽ സംയുക്ത സമ്മേളനങ്ങളുടെ അധ്യക്ഷത വഹിക്കേണ്ടത് ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കറാണ്. ധനകാര്യ ബില്ലുകൾ സംയുക്ത സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ പാടില്ല. ഭരണഘടനയുടെ 108ാം വകുപ്പ് പ്രകാരം പ്രധാനമന്ത്രിയാണ് സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടുന്നത്. ഇതുവരെ 2 പ്രാവശ്യം സംയുക്ത സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്. ഓപ്ഷൻ ഡി 1, 2. ഇന്ത്യൻ ഭരണഘടനയിലെ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങൾ ഏവ? ഓപ്ഷൻ സി ആണ്. എ, ബി, ഡി, ഇ. വിവാഹവും വിവാഹമോചനവും, ട്രസ്റ്റും ട്രസ്റ്റികളും, കാർഡുകൾ, കുടുംബാസൂത്രണം. ഇന്ത്യയിലെ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ? 15ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ശ്രീ NK സിംഗ് ആണ്. ധനകാര്യ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ശ്രീ KC നിയോഗിയായിരുന്നു. ഭരണഘടനയുടെ 280ാം വകുപ്പ് ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് 1950-ലാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 4. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ അധ്യക്ഷനായിട്ടില്ലാത്ത വ്യക്തി ആര്? ഓപ്ഷൻ എ, ഡി, എം ഗംഗാധരക്കുറുപ്പ്. കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ? കേരള ഹൈക്കോടതി സ്ഥാപിച്ചത് 1956 നവംബർ 1-നാണ്. 1973 കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് മാറ്റി. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 63 വയസ്സോ 6 വർഷമോ ആണ്. ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് KT കോശിയായിരുന്നു. ഓപ്ഷൻ എ ആണ് ഉത്തരം.
2, 3. ഡോക്ടർ എം കുഞ്ഞാമൻ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 3, 4. അദ്ദേഹത്തിന്റെ ജീവചരിത്രമാണ് ഇതിരം. ഡെവലപ്മെന്റ് ഓഫ് ട്രൈബൽ എക്കോണമി അദ്ദേഹത്തിന്റെ കൃതിയാണ്. 2023 ഡിസംബർ 3 അദ്ദേഹം മരണമടഞ്ഞു. വൈറൽ ടെസ്റ്റ് ഏത് രോഗത്തിന്റെ രോഗനിർണയ മാർഗമാണ്? ടൈഫോയിഡ്. മനുഷ്യരിലെ ഹീമോഗ്ലോബിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏത്? അയൺ അടങ്ങിയിരിക്കുന്നു. ആരോഗ്യമുള്ള മനുഷ്യന്റെ 100 മില്ലിമീറ്റർ രക്തത്തിൽ 12 മുതൽ 16 ഗ്രാം ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നു. ഇതിൽ പ്രോട്ടീൻ ഇല്ല. ശ്വസനവാതകങ്ങൾ രക്തത്തിലൂടെ വഹിക്കുന്നു. ഓപ്ഷൻ സി. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാൻ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത്? ഇൻസുലിൻ. 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം വിക്ടർ ആംബ്രോസിനും ഗാരി റൂക്കനും ലഭിച്ചത് ഏത് കണ്ടുപിടുത്തത്തിനാണ്? മൈക്രോ RNA. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അടിസ്ഥാന അളവ് ഏതാണ്? സമയം. ഒരു വസ്തു അതിന്റെ തുലനാവസ്ഥയിൽ ആകെ ബലം 0. ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം ഒഡീസിയസ്. താഴെ പറയുന്നവയിൽ കാർബണിന്റെ രൂപാന്തരം അല്ലാത്തത് ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. അക്കോറിച്ചി ഏതൊക്കെ ആസിഡുകളുടെ മിശ്രിതമാണ്? ഓപ്ഷൻ സി. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും നൈട്രിക് ആസിഡിന്റെയും. ഒരു ന്യൂട്രൽ ലൈനിയുടെ pH മൂല്യം 7. കർണപദം ആട്ടക്കഥ രചിച്ചത് മാലിക്. അടുത്തത് പുഞ്ചിരി ഹാ കുലീനമാം കള്ളം നെഞ്ചു കീറിഞ്ഞാൽ നേരിനെ കാട്ടം. വൈലോപ്പിള്ളിയുടെ ഏത് കൃതിയിലെ വരികളാണിത്? കുടിയൊഴിക്കൽ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം 6. നിലവിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? BR ഗവായ്. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സമർപ്പിച്ച കമ്മിറ്റി ഏത്? രാംനാഥ് കോവിന്ദ് കമ്മിറ്റി. അടുത്തത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് ആൻസേഴ്സ് മാത്രമാണ് പറയുന്നത്. 41ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ്. 42ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി. 43 ഓപ്ഷൻ എ. 44ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി. 45 ഓപ്ഷൻ ഡി. 46ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി. 47ാമത്തെ ചോദ്യം ഓപ്ഷൻ എ. 48ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 49 ഓപ്ഷൻ ബി. 50ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 51 ഓപ്ഷൻ സി. 52ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 53ാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കുവാനാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. 54 താഴെ പറയുന്നവയിൽ ഉത്പാദനത്തിന് ഉദാഹരണമായി പറയാവുന്ന വസ്തു. ഓപ്ഷൻ ബി ആണ്. 2 മാത്രം. കർപ്പൂരം. താഴെ പറയുന്നവയിൽ ഏറ്റവും കുറഞ്ഞ ഫ്ലാഷ് പോയിന്റ് ഉള്ള വസ്തു ഏത്? ഓപ്ഷൻ ഡി പെട്രോൾ. LEL എന്നതിന്റെ പൂർണ്ണരൂപം? ഓപ്ഷൻ ബി ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ്. 57ാമത്തെ ചോദ്യം ഓം നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ ആണ്. V = IR. താഴെ പറയുന്നവയിൽ വൈദ്യുതി മൂലമുള്ള തീപിടുത്തത്തിന്റെ കാരണമാകാവുന്നത് ഏതെല്ലാം? ഓപ്ഷൻ ഡി 1, 2, 4. 1, 2, 4. താഴെ പറയുന്നവയിൽ ശ്വാസകോശത്തിലെത്തിയാൽ ഏറ്റവും അപകടകരമായ വാതകം ഏത്? കാർബൺ മോണോക്സൈഡ്. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി ആണ്. 1 മാത്രം. താഴെ പറയുന്നവയിൽ ഒരേ അർത്ഥം വരുന്നവ ഏതെല്ലാം? ഓപ്ഷൻ ഡി
2, 4. ഓക്സിജനെ നീക്കം ചെയ്ത് തീ അണയ്ക്കുന്ന മാർഗം ഏതാണ്? ഓപ്ഷൻ സി 2, 3. CNGയുടെ പ്രധാന ഘടകമാണ് മീഥേൻ. CPR എന്നതിന്റെ പൂർണ്ണരൂപം കാർഡിയോ പൾമോണറി റെസസിറ്റേഷൻ. എമർജൻസി ഹോർമോണായി അറിയപ്പെടുന്നത് അഡ്രിനാലിൻ. അന്തരീക്ഷ വായുവിൽ ഓക്സിജന്റെ അളവ് ഏകദേശം എത്ര ശതമാനമാണ്? 21%. സാധാരണ നിലയിൽ ശ്വസിക്കുമ്പോൾ ഓരോ തവണയും അകത്തേക്ക് എടുക്കുകയോ പുറത്തേക്ക് വിടുകയോ ചെയ്യുന്ന വായുവിന്റെ അളവാണ് ടൈഡൽ വോളിയം. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ കെ. ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം കുട്ടികളെ ലൈംഗികമായി ചിത്രീകരിച്ചിട്ടുള്ള വസ്തുക്കൾ ഇലക്ട്രോണിക് ഫോമിൽ പ്രചരിപ്പിക്കുന്നതിനുള്ള ശിക്ഷയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 67B. ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം നിയമപരമായ അധികാരം ഉപയോഗിച്ച് അനുമതിയില്ലാതെ ഒരു വ്യക്തിയുടെ ഇലക്ട്രോണിക് ഡേറ്റയിലേക്ക് കടന്നു കയറുകയും അത് മറ്റൊരു വ്യക്തിക്ക് വെളിപ്പെടുത്തി നൽകുകയും ചെയ്തതിനുള്ള ശിക്ഷ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏത്? സെക്ഷൻ 72. ഒരു ഗുഡ്സ് കാരേജിന്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 12,000 കിലോഗ്രാമിൽ കൂടുതലാണെങ്കിൽ അതിനെ ഡാഷ് എന്ന് പറയുന്നു ഹെവി ഗുഡ്സ് വെഹിക്കിൾ. യാത്രക്കാരെ കയറ്റുന്നതിന് ഉപയോഗിക്കുന്നതും കുറഞ്ഞത് 4 വീൽ ഉള്ളതുമായ വാഹനങ്ങൾ ഡാഷ് തരത്തിൽപ്പെടുന്നവയാണ്. ഹസാർഡ്സ് ഗുഡ്സ് കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസിന്റെ കാലാവധി 3. താഴെ പറയുന്ന ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് ഒരു ലൈസൻസിംഗ് അതോറിറ്റിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കുവാൻ കഴിയും? ഓപ്ഷൻ സി ആണ് 1, 2, 3. കാവൽക്കാരൻ ഇല്ലാത്ത റെയിൽവേ ലെവൽ ക്രോസിംഗിൽ ഡ്രൈവർ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ ഏതെല്ലാം? ഓപ്ഷൻ സി. വാഹനം റോഡിന്റെ ഇടത് സൈഡിൽ നിർത്തിയിട്ടതിനു ശേഷം ഡ്രൈവർ വാഹനത്തിൽ നിന്നും ഇറങ്ങി റെയിൽവേ ട്രാക്കിന്റെ 2 വശങ്ങളിൽ നിന്നും ട്രെയിൻ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് പബ്ലിക് സർവീസ് വെഹിക്കിൾ? ഓപ്ഷൻ എ ആണ് 1 and 2. മോട്ടോർ ക്യാബ്, സ്റ്റേജ് കാരിയേജ്. 8 വർഷം വരെ പ്രായമുള്ള ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസിന്റെ കാലാവധി എത്ര വർഷമാണ്? 2. റോഡിന്റെ മധ്യഭാഗം തുടർച്ചയായ മഞ്ഞ വര വരച്ചിട്ടുണ്ടെങ്കിൽ വാഹനങ്ങൾ മഞ്ഞ വരയിൽ കയറുവാനോ കടന്നു പോകുവാനോ പാടില്ല. നിങ്ങളുടെ വാഹനം ഒരു ട്രാഫിക് ആലന്റിനെ സമീപിക്കുമ്പോൾ ആംബർ ലൈറ്റ് തെളിയിക്കുകയും കെടുകയും ചെയ്തുകൊണ്ടിരുന്നാൽ എങ്ങനെ കടന്നു പോകണം? ഓപ്ഷൻ ബി ആണ് വാഹനത്തിന്റെ വേഗത കുറച്ച് ട്രാഫിക് ഇന്റർസെക്ഷൻ കാൽനട യാത്രക്കാരോ മറ്റു വാഹനങ്ങളോ ഉണ്ടെങ്കിൽ അവയ്ക്ക് വഴി കൊടുത്ത് ശ്രദ്ധയോടുകൂടി കടന്നു പോകുക. മോട്ടോർ വാഹന നിയമത്തിലെ 112 വകുപ്പ് എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണോ? വേഗതയെക്കുറിച്ച്. താഴെ പറയുന്നവയിൽ IC എഞ്ചിൻ അല്ലാത്തത് സ്റ്റീം എഞ്ചിൻ. നിങ്ങൾ ഓടിക്കുന്ന വാഹനം ഒരു അപകടത്തിൽപ്പെട്ട ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? വൈദ്യസഹായം ഏർപ്പെടുത്തണം. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ 24 മണിക്കൂറിനുള്ളിൽ വിവരം അറിയിക്കണം. താങ്കൾ വാഹനം ഓടിക്കുമ്പോൾ പുറകിൽ നിന്നും ഒരു ആംബുലൻസ് വന്നാൽ വാഹനം ഇടത് സൈഡിലേക്ക് മാറ്റി ആംബുലൻസിന് വഴി കൊടുക്കുക. ഒരു വാഹനത്തിൽ ഓട്ടോമീറ്റർ ഉപയോഗിക്കുന്നത് എന്തിനാ? വാഹനം അതുവരെ ഓടിയിട്ടുള്ള മൊത്തം കിലോമീറ്റർ അറിയാൻ. MSM എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിറർ സിഗ്നൽ ആൻഡ് മാന്യൂവർ. മോട്ടോർ വാഹന നിയമങ്ങൾ ലംഘിക്കുന്ന ആൾക്ക് ശിക്ഷ ലഭിക്കുമെന്ന് പറയുന്ന MV Act 1988 ഏത് വകുപ്പിലാണ്? സെക്ഷൻ 177. 1988 മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 129 പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ ഹെൽമറ്റ് ധരിക്കുന്നതിനെ പറ്റി. പൊതുസ്ഥലത്ത് യൂണിഫോമിൽ നിൽക്കുന്ന നിയമപാലകൻ നൽകുന്ന നിർദ്ദേശങ്ങൾ ബോധപൂർവം അനുസരിക്കാത്ത ഡ്രൈവർക്കെതിരെയുള്ള മോട്ടോർ വാഹന നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 179. മോട്ടോർ വാഹന നിയമം 1988 സെക്ഷൻ 192 എന്തുമായി ബന്ധപ്പെട്ടതാണ്? ശബ്ദവായു മലിനീകരണം.
MV ആക്ട് 1988 സെക്ഷൻ 112 വേഗത പരിധി നിയമപ്രകാരം മോട്ടോർ ഓട്ടോറിക്ഷയുടെ 6 വരി നാഷണൽ ഹൈവേയിലെ പരമാവധി വേഗത എത്രയാണ് നിജപ്പെടുത്തിയിരിക്കുന്ന 50 km/മണിക്കൂർ. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നല്ല സമരിറ്റിയൻ നിയമം പാസാക്കിയത് ഏത് വർഷമാണ്? 2016 ലോകത്ത് നടന്ന വാഹന അപകടങ്ങളിൽ മരണമടഞ്ഞവരുടെ ഓർമ്മയ്ക്ക് ലോക ഓർമ്മ ദിനം ആചരിക്കുന്നത് എന്നാണ്? എല്ലാ നവംബർ മാസത്തിലും 3-ാമത്തെ ആഴ്ച. മോട്ടോർ വാഹന നിയമത്തിൽ ഏത് വകുപ്പ് പ്രകാരമാണ് നിയമപാലകന് ശരിയായ രേഖകളില്ലാതെ ഓടുന്ന വാഹനം പിടിച്ചെടുക്കുവാൻ അധികാരമുള്ളത്? സെക്ഷൻ 207. പ്രായപൂർത്തിയായ വാഹന ഉടമ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ ലഭിക്കുന്ന പിഴത്തുക 5000. ഒരു ലൈറ്റ് മോട്ടോർ കാർ രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞു ഓടി എന്ന് തെളിഞ്ഞാൽ അടയ്ക്കേണ്ട ഫൈൻ തുക 3000. വാഹനം ഒരു കയറ്റം കയറി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഏത് ഗിയറിലാണ് ഓടിക്കേണ്ടത്? കയറ്റം കയറിയ അതേ ഗിയറിൽ. ഒരു വാഹനത്തിന് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടത് ഏതുതരം ഹോണാണ്? ഇലക്ട്രിക് ഹോൺ. ആർമേഡ് വാഹനങ്ങൾ എന്ന് പൊതുവായി അറിയപ്പെടുന്നത് ഏതുതരം വാഹനങ്ങളാണ്? സൈനിക ആവശ്യങ്ങൾക്കുള്ള വാഹനങ്ങൾ. അപകടകരമായ ഹസാർഡ്സ് ഗുഡ്സ് വാഹനങ്ങൾക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടത് എന്താണ്? സ്പാർക്ക് അറസ്റ്റ്. അവസാനത്തെ ചോദ്യം, സൈനിക വാഹനങ്ങൾക്ക് മാത്രം അടിക്കാവുന്നതും മറ്റു വാഹനങ്ങൾക്ക് നിരോധിച്ചിട്ടുള്ളതുമായ നിറം ഏതാണ്? ഒലീവ് ഗ്രീൻ നിറം. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.